ഒരു നുള്ളുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? വിശ്വസിക്കണം. കാരണം മഹത്തുക്കൾ പഠിപ്പിച്ച ശരിയാണ്. ഈ ഉപ്പ് എന്ന് പറയുന്ന സംഗതി നിസാരമാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണെങ്കിലും ഇത് നമ്മുടെ വീട്ടിലെ രാജാവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഒരു മിതമായിട്ട് മീറ്ററിൽ പോയിട്ടില്ല എങ്കിൽ വലിയ ഡേഞ്ചർ ആകുന്ന ഒരു സംഗതിയാണ്, വലിയ പ്രശ്നക്കാരനാണ്. എന്നാൽ ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടും. നമ്മുടെ ഭക്ഷണത്തിന്റെ രുചി കൂട്ടുന്നതിനപ്പുറം നമുക്ക് ഒരുപാട് മറ്റാത്മീയമായ നേട്ടങ്ങൾ കൂടി കിട്ടാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടാനും കാരണമായി തീരും. അതിന് പറ്റിയൊരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല, ഉപ്പ് കൊണ്ട് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഭൗതികമായ കുറേ നേട്ടങ്ങളുണ്ട്. അതും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ കേട്ടു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു അത്തരത്തിൽ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പലരും എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നവർ, മെസ്സേജ് അയച്ച് സങ്കടങ്ങൾ പറയുന്നവർ, അള്ളാഹു എല്ലാവർക്കും അവർക്ക് ചെയ്തു കൊടുത്ത പരിഹാരങ്ങൾക്കൊക്കെ ഉചിതമായ ഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും വിളിച്ച് സന്തോഷം അറിയിക്കാറുണ്ട്, ഉസ്താദേ ഇങ്ങനെയൊക്കെ ഫലം കിട്ടിയെന്നുള്ളത്, അവർക്ക് ചെയ്തതിന് മൻഫഅത്ത് കിട്ടിയത് വിളിച്ച് സന്തോഷം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു അത്തരത്തിൽ റാഹത്തും സന്തോഷവും നൽകട്ടെ. ദുആ രക്കാൻ ഇൻഷാ അല്ലാഹ്. നിങ്ങളും ആത്മാർത്ഥമായി ദുആ രക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാനൊരു നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിഹാര മാർഗം കൊണ്ടാണ് വന്നത്. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഉപ്പ് എന്ന സാധനം, ഇല്ലേ? ഉപ്പ് യൂസ് ചെയ്യാത്ത ആളുകൾ തുച്ഛമായ ആളുകൾ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ ആളുകൾ. ഒരു 100 പേരെടുത്ത 2 ആളെ ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവുള്ളൂ. ബാക്കി 98 ആളുകളും ഉപ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക. കാരണം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി കൂട്ടുന്ന ഒരു സാധനമാണ്. അതിന് ഭക്ഷണത്തിന് സ്വാദ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. അതുകൊണ്ട് തന്നെ ആ ഉപ്പ് യൂസ് ചെയ്യുന്നവരാണ് അധികം ആളുകൾ, അല്ലേ? എന്നാൽ ഈ ഉപ്പ് കൊണ്ട് ഭൗതികമായ കുറേ നേട്ടങ്ങളുണ്ട്. ഭൗതികമായ കുറേ നേട്ടങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശരീരത്തിന്റെ പേശികളുടെ വേദന പരിഹരിച്ചു കിട്ടാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. പേശിവേദന പരിഹരിച്ചു കിട്ടാൻ എന്ത് ചെയ്യും? ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തൊണ്ടവേദന പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സന്ധിവേദനകൾക്ക് എന്ത് ചെയ്യും? കിഴി വെക്കാൻ ഉപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി വയറ്റിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്ത് ചെയ്യും? ഉപ്പ് കൊണ്ട് പല പല പരിഹാര മാർഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കുറേ ഭൗതികമായ നേട്ടങ്ങൾ ഉപ്പ് കൊണ്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വിഷം പുറത്തു തള്ളാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നീര് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. എണ്ണി നോക്കിയാൽ ഒരുപാട് ഒട്ടനവധി നേട്ടങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫലം കിട്ടുന്നതുണ്ട്. അപ്പം അതിന് പുറമെ നമ്മുടെ വീടുകളിലൊക്കെ കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ. പലവിധ പ്രശ്നങ്ങളുള്ളവർ. ഒരാൾക്കുള്ളതാവൂല ചിലപ്പോൾ അടുത്ത ആൾക്കുള്ളത്. എനിക്കുള്ള പ്രശ്നങ്ങളാവൂല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതാവൂല നിങ്ങളുടെ അയൽവാസിക്കുള്ളത്. വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും മീറ്റർ ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ കടബാധ്യതയായിരിക്കും പലരുടെയും വിഷയം. പക്ഷെ കടം വന്നത് പല രൂപത്തിലാണെന്നേ ഉള്ളൂ. കടബാധ്യതയാണ് പ്രശ്നം, പക്ഷേ വന്ന രൂപം വഴി പല രൂപത്തിലായിരിക്കും. ചിലർക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റൽ ബില്ലായതിന്റെ പേരിൽ കടമായതായിരിക്കാം, ചിലർക്ക് മക്കളെ കെട്ടിച്ചതിന്റെ പേരിൽ കടമായതായിരിക്കാം, ചിലർ വീട് വെച്ച് കടം വന്നതാകാം. അങ്ങനെയൊക്കെ പല രോഗം, ചിലർ ബിസിനസ് ചെയ്ത് കടം വന്നതാകാം, അല്ലേ? പല കോലത്തിലുണ്ടാവും. ചിലർക്ക് ഇനി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അത് വ്യത്യസ്തങ്ങളായ രോഗങ്ങളുണ്ടാവും, അല്ലേ? ചില ആളുകൾ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഇപ്പൊ ഇത്തരം ചിലർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലിടയിലുള്ള വഴക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രശ്നത്തിൽ കഴിയുന്ന ആളുകൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ, പരിഹരിച്ച് കിട്ടാൻ പറ്റിയ മാർഗം, ഇതെല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ഉപ്പ് എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഭക്ഷണം കഴിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക? എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ, ആവശ്യമുള്ള ആളുകളാണ്. ഭക്ഷണം കഴിക്കണം, മനുഷ്യനല്ലേ? അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് ഭക്ഷണം കഴിക്കാന്നുള്ള ആവശ്യമാണ്. അപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭക്ഷണം പാകം ചെയ്യപ്പെടും, അവിടെ ഭക്ഷണം ഉണ്ടാക്കപ്പെടും. ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് സ്വാദുണ്ടാകാനായിട്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഉപ്പ് എന്നുള്ളത്. ഈ ഉപ്പ് നമ്മുടെ ജീവിതത്തിലെ, വീട്ടിലെ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഈ ഉപ്പ് കൊണ്ട് ഉപകാരപ്പെടും. അതുപോലെ വീട്ടിലേക്ക് വരുന്ന ഷെറുകൾ തട്ടിമാറാൻ ഉപ്പ് ഉപയോഗപ്പെടുത്താൻ കഴിയും. നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, മക്കൾ മാതാപിതാക്കൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, സഹോദരങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, തുടങ്ങിയിട്ട് പരസ്പരം കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ, അമ്മായിയമ്മ മരുമക്കൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിൽ എന്ത് ചെയ്യും?
യോജിപ്പുണ്ടാക്കാൻ ഈ ഉപ്പ് സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഷെറുകൾ, സിഹറുകളാകട്ടെ, ഷെയ്ത്താന്റെ ബുദ്ധിമുട്ടുകളാകട്ടെ, റൂഹാനിയത്തിന്റെ ഇടങ്ങേറുകളാകട്ടെ, എന്താണെങ്കിലും ആ ഷെറുകളെ തട്ടി മാറ്റാൻ ഉപ്പ് ഉപയോഗപ്പെടുത്താറുണ്ട്. എങ്ങനെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, ആ ഉപ്പ് ഭരണിയിൽ നിന്നും ഒരല്പം ഉപ്പൊന്ന് വാരിയെടുക്കാം. ഒരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പെടുത്ത് വാരിയെടുത്തതിന് ശേഷം 17 ഫാത്തിഹ അതിലേക്ക് ഓതുക. എത്ര ഫാത്തിഹ? 17 തവണ ഔദും ബിസ്മിയും ചേർത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ അവസാനം ആമീൻ എന്നുകൂടെ ചേർത്ത് പറഞ്ഞ് എന്ത് ചെയ്യാം? 17 തവണ അതിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് ഓരോ തവണയും മന്ത്രിക്കാം. ഓരോ തവണ ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിച്ചതിന് ശേഷം അടുത്തത് ഓതുക കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശേഷം വീണ്ടും ഔദ് ഓതിയിട്ട് വീണ്ടും തുടങ്ങാം കേട്ടോ. അങ്ങനെ ഓരോ തവണയും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. അങ്ങനെ ഓതി 17 തവണ പൂർത്തിയാക്കുക. അതിനുശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, തൗബയിൽ നമ്മൾ മുമ്പൊരിക്കൽ ഈ ആയത്തുകളുടെ ശ്രേഷ്ഠത പറഞ്ഞ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ എന്ത് ചെയ്യണം? ഈ ഒരു ഉപ്പിലേക്ക് തന്നെ 17 തവണ ഓതണം. ഈ 2 ആയത്തുകളും 17 തവണ ഈ ഉപ്പിലേക്ക് ഓതുക. അതിനുശേഷം എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറ സൂറത്തിലെ 164 വചനം, സൂറത്തുൽ ബഖറയിലെ 164 വചനം, ആ വാചകം എന്ത്? ആ ആയത്ത് ഇങ്ങനെയാണ്: യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒരു ആയത്തിന്റെ കുറഞ്ഞ ഭാഗമാണ് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ ഒരു വാചകം ഇതും 17 തവണ, ഏറ്റവും കുറഞ്ഞതാണ്, ഏറ്റവും കുറഞ്ഞത് 17 തവണ ഓതി അതിലേക്ക് ഇഷ്വി എന്ന് മന്ത്രിക്കുക. കൂടിയ കണക്ക് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും അധികരിപ്പിക്കാം. എത്രയാണോ ഈ എണ്ണം കൂട്ടാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരാൾക്ക് 100 എണ്ണം ചൊല്ലാൻ പറ്റി, ചൊല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ കണക്ക് 17 തവണ എന്ത് ചെയ്യണം? ഇതിലേക്ക് മന്ത്രിക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? ഇത് നമ്മൾ ആദ്യം ഓതിയ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളും, ഇനിയുണ്ട് കുറച്ച് സൂറത്തുകൾ, അതോടെ പറഞ്ഞുതരാം. അവകൾ ഓതുന്നത് നമ്മുടെ വീട്ടിലെ ഷെറുകൾ, ബലാകൾ, മുസീബാത്തുകൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ തട്ടിമാറാൻ, രോഗത്തിന് ശമനം ലഭിക്കാനും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ആയത്ത് അതിനിടയിൽ അതിൻ്റെ കൂടെ ഓതിയത് വീട്ടിലുള്ള ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ. നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ ഐക്യമുണ്ടാകണമെന്ന്. നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾക്കിടയിലൊക്കെ ചില ആളുകൾ പറയും, ഉമ്മ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ കഴിച്ചിട്ട് ഉമ്മായ ചീത്ത വിളിക്കുന്ന മക്കൾ, അല്ലേ? ഉമ്മായ തെറി പറയുന്ന മക്കൾ, വാപ്പായുമായിട്ട് എതിർത്ത് നിൽക്കുന്ന മക്കൾ, വാപ്പ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്, പക്ഷേ വാപ്പ പറയുന്നത് കേൾക്കാതെ എതിർപ്പ് കാണിക്കുന്ന മക്കൾ. ഇങ്ങനെ ഇത്തരത്തിൽ എന്ത് ചെയ്യുക? ഒരു സ്നേഹബന്ധം ഇല്ലാത്ത അവസ്ഥ പല കുടുംബങ്ങളിലും കാണാറുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ വളരെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല നിയത്തോട് കൂടി ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു ഫാൾട്ട് ഉണ്ടായിട്ടാണ്, അല്ലാതെ മഹത്തുക്കൾ പറഞ്ഞു തന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു ഫാൾട്ട് സംഭവിച്ചതിന്റെ പേരിലാണ് നമുക്ക് ഫലം കിട്ടാത്തത്. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല നീയത്തോടെ, ഇഖ്ലാസോട് കൂടിയിട്ട്, റബ്ബേ എനിക്കിതിന് ഫലം നൽകണേ അല്ലാഹ്, എനിക്കിതിന് ഫലം നൽകണം എന്ന ആ നല്ല നീയത്തോടു കൂടി ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഫലം നൽകും, ഉറപ്പായി നൽകും ഇൻഷാ അല്ലാഹ്, 100% ഉറപ്പാണ് അത്. അപ്പോൾ 17 ഫാത്തിഹ, 17 തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, അതുപോലെ തന്നെ 17 തവണ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇത് 3ഉം ചൊല്ലിയതിനു ശേഷം സൂറത്തുൽ ളുഹ പാരായണം ചെയ്യണം. വല്ലുഹ സൂറത്തുണ്ടല്ലോ, അത് 7 തവണ ഓതണം. വല്ലുഹ സൂറത്ത് 7 തവണ ഓതി അതിലേക്ക് ഈ ഓരോ തവണ ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിക്കണം കേട്ടോ. അതെല്ലാം ഓതുമ്പോഴും ഓരോ തവണ ഇഷ്ഫി എന്ന് ആ ഉപ്പിലേക്ക് മന്ത്രിച്ചതിന് ശേഷം വേണം അടുത്തത് ഓതാൻ. 7 തവണ സൂറത്തുൽ ളുഹയും തൊട്ടടുത്ത സൂറത്ത് അലം നശ്റഹ് സൂറത്തും 7 തവണ ഓതണം. ഈ സൂറത്തുകൾ ഓതി പിന്നെ 3 തവണ ഇഖ്ലാസ്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവസാനത്തെ 3 സൂറത്തുകൾ, കുല്ല് കൊണ്ട് തുടങ്ങുന്ന 3 സൂറത്തുകൾ 3 തവണ വീതം ഓതി അതും ഇഷ്ഫി എന്ന് മന്ത്രിച്ച് എന്ത് ചെയ്യണം? ആ ഉപ്പ് ഭരണിയിൽ തന്നെ മിക്സ് ചെയ്തേക്കുക. ബാക്കിയുള്ള ഉപ്പിലേക്ക് മിക്സ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കുറഞ്ഞതെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് വീടിന്റെ 4 ഭാഗത്തും കുടയുക. കുറഞ്ഞ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് വീടിന്റെ 4 ഭാഗത്തും എന്ത് ചെയ്യുക? ഒന്ന് തളിക്കുക, കുടയുക. ആ വീട്ടിലേക്ക് ഷെറുകൾ കടന്നു വരുന്നതിന് തൊട്ട് വലിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചരികയാണ്. മനസ്സിലായില്ലേ? ഏതൊക്കെ ഓതേണ്ട? 17 ഫാത്തിഹ, 17 ലഖദ് ജാഅക്കും, 17 തവണ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, സൂറത്തുൽ ളുഹ 7 തവണ, അലം നശ്റഹ് 7 തവണ, 3 തവണ ഇഖ്ലാസ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്.
ഇൻഷാ അല്ലാ. ചെയ്യാം, നമുക്കൊക്കെ അറിയുന്ന സൂറത്തുകളോ ആയത്തുകളോ ഒക്കെയാണ്, എളുപ്പമാണ് ഓതാൻ. ഇൻഷാ അല്ലാ സമയമുള്ളതുപോലെ നോക്കിയിട്ട് ചെയ്യുക. ഇത്തരത്തിൽ നമ്മുടെ വീടിന് വലിയ പ്രൊട്ടക്ഷൻ ലഭിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പരസ്പര സ്നേഹം ഉണ്ടാകാൻ, പരസ്പര ഐക്യം ഉണ്ടാകാൻ, മഹബ്ബത്ത് ഉണ്ടാകാനൊക്കെ വലിയ കാരണമായി തീരും. ചെയ്തു നോക്കി ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു സംഗതി കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു അമലാണ് പറഞ്ഞത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.